ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ എല്ലാവരും റോസ് വാട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ടോണറായിട്ടും പിന്നെ അതേപോലെ തന്നെ കുറേ ഫേസ് പാക്സിലൊക്കെ നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ആ റോസ് വാട്ടറൊക്കെ നമ്മൾ കടയിൽ നിന്നാണ് സാധാരണ വാങ്ങിക്കാറുള്ളത്. നമ്മൾ വീട്ടിലങ്ങനെ പരീക്ഷിച്ച് നോക്കാൻ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റോസ് വാട്ടർ എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുക ഞാൻ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അന്നൊരു ദിവസം കടയിൽ പോയപ്പോൾ പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പൂവൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കുറേ പനീർ റോസ് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അങ്ങനെ റോസ് തലയിലൊന്നും വയ്ക്കാറില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ശരി റോസ് വാട്ടർ ഏതായാലും ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം അത് വെറുതെ ഉണക്കി കളയുന്നേക്കാളും ഭേദമല്ലേ. അപ്പോൾ റോസ് വാട്ടർ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാക്കാറില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ കുറച്ച് അധികം പൂ കിട്ടുമ്പോഴേക്കേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഏതായാലും ഇത്തവണ റോസ് വാട്ടർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്നും കൂടി വിചാരിച്ചു. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് റോസ് വാട്ടർ ഉണ്ടാക്കാൻ നോക്കാം. പക്ഷെ അതിന് മുന്നേ എന്നെ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ റോസാപ്പൂ അതിൻ്റെ ഇതളുകൾ മാത്രം എടുത്തിട്ട് ഒരു പാനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കിൽ ചെറുതായിട്ടൊരു ഗ്യാപ്പും ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയൊരു പാത്രം അതിൻ്റെ നടുക്കിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അതും ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം. ഡയറക്റ്റായിട്ട് ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാതിരിക്കുക. എന്നിട്ട് ആ ഒരു പൂവിലേക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ആ മൂടി കൊണ്ട് നമുക്കൊന്ന് ആ പാനൊന്ന് മൂടിയിട്ട് ആ മൂടിയിൽ എന്തെങ്കിലും ചെറിയ പൊത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു കുറച്ച് ഗോതമ്പ് മാവ് വെച്ചിട്ട് അവിടെ പൊത്തൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം ആവി അതുകൂടി പുറത്ത് പോകാൻ പാടില്ല. ഇനി ചെറുതായിട്ടൊരു ആവി വരുന്ന ഒരു സമയത്ത് ആ ഒരു ഡ്രോപ്ലെറ്റ്സ് ആ മൂടിയിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ആ മൂടിയുടെ മേലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ആവി പുറത്തു പോവില്ല. ആ റോസിൻ്റെ ആ ഒരു ഓയിലും അതെല്ലാം ആ നടുക്കിലത്തെ ആ ഒരു പാത്രത്തിൽ കളക്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് മെല്ലെ മൂടി തുറന്ന് നോക്കാം. കാരണം ഐസ് ക്യൂബ്സ് എല്ലാം മെൽറ്റായിട്ട് അവിടെ ആകെ വെള്ളമായിട്ടുണ്ട്. ഈ മെല്ലെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നടുക്കിൽ നമ്മൾ വെച്ച ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കളക്ട് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ശരിക്കുള്ള റോസ് വാട്ടർ, പനിനീര്. അപ്പോൾ അതിൽ ആ റോസിൻ്റെ ഓയിലും അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് എല്ലാം അതിലേക്ക് വീണിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തനിയെ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഒഴിച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊരു ആ ഒരു പനിനീരിൻ്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ഒറിജിനലായിട്ടുള്ള റോസ് വാട്ടർ. ഇനി ആ പാനിൽ ബാക്കി ആ ഒരു റോസിൻ്റെ ആ ഒരു ഇതിലുള്ള ആ ഒരു വെള്ളം വെച്ച് കുറച്ച് ഒരു പിങ്കിഷ് ഒരു റെഡ് കളറിൽ ഉണ്ടാവും. ഇത് വേണമെങ്കിൽ ഒരു റോസ് ടോണിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ടോണറായിട്ടൊക്കെ അത് യൂസ് ചെയ്യാം. ഇനി അത് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് തനിയെ അതും ഒരു എയർ ടൈറ്റ് ഡപ്പയിലോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലോ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ റോസ് വാട്ടർ. ഇതാണ് ശരിക്കും ഒറിജിനലായിട്ടുള്ള പനിനീര്. ഇത് നമ്മൾ ആ ഒരു പൂവെന്നൊക്കെ ആ ഒരു വെള്ളം ബോയിലായപ്പോൾ ആ പൂവെന്നൊക്കെ ഇറങ്ങിയ ആ ഒരു സത്താണിത്. ഇത് റോസ് വാട്ടർ എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു റോസ് ടോണിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു റോസ് ടോണിക് നമുക്ക് ഇപ്പോൾ മുടിയിലൊക്കെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ സ്പ്രേ ചെയ്യാനും മുഖത്ത് സ്പ്രേ ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 15 to 20 days അത്രേ വരുള്ളൂ. അതിന് മുന്നേ നമുക്കിത് ഫിനിഷ് ചെയ്യണം. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള പനിനീര്. ഇതാ ഒരു റോസിൻ്റെ ആ ഒരു ഓയിലും ഇതെല്ലാം കൂടി കിട്ടിയതാണിത്. ഇത് പിന്നെ ഒരു 3-4 മാസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും. ഇതാണ് നമ്മൾ സാധാരണ ഫേസ് പാക്കിനൊക്കെ നമ്മൾ എടുക്കാറ്. ഫേസ് പാക്കിൽ
ചേർക്കാൻ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊരു സ്പോഞ്ചിലൊന്ന് ഒരു കോട്ടൺ പാഡിൽ മുക്കിയിട്ട് നമുക്ക് കണ്ണിന് ചുറ്റുമൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. ഡാർക്ക് സർക്കിൾസൊക്കെ പോവാനത് നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഇതൊരു 3 to 4 months വരെ എത്തും. മറ്റേ സാധനം ഈ റെഡ് കളറിലുള്ളത് ഇത് നമ്മളൊരു 15 to 20 daysനുള്ളിൽ ഇത് തീർക്കണം. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്, വളരെ എളുപ്പമാണ്. നമുക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.